ഹലോ നമസ്കാരം, എൻ്റെ പേര് ആൻജി ജോൺ, ഇന്റീരിയർ ഡിസൈനറാണ്. വീട് പണിയുടെ അവസാന ഘട്ടത്തിലാണ് ഒട്ടുമിക്ക എല്ലാവരും ഇൻറ്റീരിയറിനെ കുറിച്ച് ചിന്തിക്കാറ്. തുടക്കത്തിൽ പ്ലാനിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ഒരു വീട് പ്ലാൻ വരച്ച് വീടിൻ്റെ ബഡ്ജറ്റ് അറിഞ്ഞ് പണി തുടങ്ങാൻ എല്ലാവരും ചെയ്യാറ്. ഒരു പ്ലാനിങ് ആർക്കും ഉണ്ടാവാറില്ല, അതിനെക്കുറിച്ച് അധികം ആൾക്കാരും ചിന്തിക്കാറില്ല. മറ്റു പലരുടെ വീടുകൾ ചെന്ന് കണ്ട് ഇൻറ്റീരിയർ കണ്ട് താല്പര്യപ്പെട്ടിട്ടാവും ഭൂരിഭാഗം ആൾക്കാർ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കുക. അപ്പോൾ ബഡ്ജറ്റ് ഒരു പ്രോബ്ലം വരുമ്പോൾ കൂടുതലും ആൾക്കാർ അലുമിനിയം പോലെയുള്ള മെറ്റീരിയലുകൾക്ക് പോകാറുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് ചിലർക്ക് അലുമിനിയം താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് ബഡ്ജറ്റിനനുസരിച്ച് അങ്ങനെ ചെയ്തു പോകുക എന്നുള്ള സാഹചര്യം വെച്ചാൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ചിലത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ചിലത് പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഗുണം അനുസരിച്ചിരിക്കും അതിൻ്റെ ലാസ്റ്റിങ് കാര്യങ്ങളും. ഞാൻ പറഞ്ഞു വരുന്ന ഒരു മെറ്റീരിയൽ ഇൻറ്റീരിയർ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ പ്ലൈവുഡാണ്. ഒരു 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈ ഫീൽഡിൽ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ കൂടുതലും സൈറ്റുകളിൽ ചെയ്യണത് പ്ലൈവുഡാണ്. പ്ലൈവുഡ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ള പ്ലൈവുഡ് ചെയ്യായിരിക്കും. ഒരു മീഡിയം റേഞ്ചിൽ പ്ലൈവുഡുകൾ, ഒരു മീഡിയം റേഞ്ച് മുതൽ ഹൈ ക്വാളിറ്റി റേഞ്ച് വരെയുള്ള പ്ലൈവുഡുകളുണ്ട്. ലോ ലെവൽ റേഞ്ചിലുള്ള പ്ലൈവുഡുകളും ഉണ്ട്. ഗ്രേഡ് വെച്ചിട്ടാണ് പ്ലൈവുഡിനെ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തിട്ട് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലും ചെയ്യണത് 710 എന്നുള്ള കാറ്റഗറിയിലുള്ള പ്ലൈവുഡ്, മറൈൻ ക്വാളിറ്റിയിൽ BWP, ബോയിലിംഗ് വാട്ടർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഈ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൂടുതലും എൻ്റെ സൈറ്റുകൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് സൈറ്റുകളിൽ അധികം ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് കാരണം ഞാൻ കൂടുതലും നമ്മൾ ചെയ്യുന്ന യൂണിറ്റുകളുടെ, ഇപ്പോൾ കിച്ചണായാലും വാർഡ്രോബ് യൂണിറ്റുകളായാലും, അതായത് ഒരു വീട്ടിലെ കുറച്ച് വലിപ്പം കൂടിയിട്ടുള്ള യൂണിറ്റുകൾ, കുറച്ച് സ്ക്വയർ ഫീറ്റ് കൂടുതലുള്ള യൂണിറ്റുകൾ, ഞാൻ അതിൻ്റെ ബാക്ക് വശം PVC അതായത് പോളിമർ കവറിങ് ചെയ്യും, അല്ലെങ്കിൽ WPC ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കിച്ചൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സിങ്കിൻ്റെ ഏരിയ ഞാൻ പരമാവധി പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. പ്ലൈവുഡും WPCയോ അല്ലെങ്കിൽ പ്ലൈവുഡും മൾട്ടിവുഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടോ ഞാൻ ചെയ്യാറാണ് പതിവ്. അത് ചെയ്യുമ്പോൾ WPC അല്ലെങ്കിൽ മൾട്ടിവുഡ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ എടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ഈ പ്ലൈവുഡിലേക്ക് തന്നെ എന്തുകൊണ്ടാണ് പോകണമെന്നുള്ളത്, അതിനൊരു പ്രധാന കാരണം പ്ലൈവുഡിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ദൃഢത കൂടുതലാണ് പ്ലൈവുഡിന്. നമ്മൾ കിച്ചണിലൊക്കെ ബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഗ്രാനൈറ്റ് ഇടുമ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്ത്താണ് പ്ലൈവുഡിന്. പ്ലൈവുഡിൻ്റെ പോലെ ഒരു സ്ട്രെങ്ത്തുള്ള മെറ്റീരിയൽ വേറെ അവൈലബിൾ അല്ല. ഒരു സാധാരണക്കാരൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ വേറെ നമുക്ക് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ അല്ല. WPC എന്നുള്ള മെറ്റീരിയൽ ഉണ്ട്, ഇപ്പോൾ കുറച്ചൊരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് വുഡ് പോളിമർ കോമ്പോസിറ്റ് മെറ്റീരിയൽ. അത് കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടുതലുള്ള വ്യക്തികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണക്കാർക്കാണ്, ഞാൻ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടി ഫണ്ട് നമുക്ക് ചിലവാക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ WPC ചെയ്യായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. WPC ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ WPC ചെയ്യുക. 0.7 0.8 ഡെൻസിറ്റിയുള്ള WPC ചെയ്യുക. അതിൽ 3 ലെയർ എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. 3 ലെയർ വരുന്ന WPC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാലങ്ങളുള്ള ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കും. കൂടുതലും നമ്മൾ ചെയ്യുമ്പോൾ, ഞാനൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ റീസണായിട്ട് നമ്മൾ ചെയ്ത സൈറ്റുകളിലൊക്കെ നമ്മൾ കിച്ചണിൻ്റെ ബോട്ടം യൂണിറ്റ് WPCയും പ്ലൈവുഡും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഓവർ ഹെഡ് യൂണിറ്റുകളും അതിന് മുകളിലത്തെ ലോഫ്റ്റുകൾ, ഫ്രെയിം ആൻഡ് ഷട്ടറിൽ ചീന ഡോറുകളും ഫ്രെയിമുകളൊക്കെ നമ്മൾ പ്ലൈവുഡിലാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതലും നമ്മൾ താഴത്തെ ഭാഗത്തെ യൂണിറ്റുകളാണ് ഇഷ്യൂസൊക്കെ കൂടുതലും കാണാറ്. ചില ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ് പ്ലൈവുഡ് ചെയ്യുക എന്നുള്ളത്. അത് 90s പ്ലൈവുഡുകളാണ്. ആ കാലഘട്ടത്തിൽ ഇത്രയധികം ടെക്നോളജി ഉണ്ടായിരുന്നിട്ടില്ല, ഇത്രയധികം ട്രീറ്റ് ചെയ്തിട്ടൊന്നും പ്ലൈവുഡുകളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 2000-ന് ശേഷമൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അതിൻ്റെ ഗമ്മിങ്ങും അതിലുപയോഗിക്കുന്ന മരങ്ങളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള മരങ്ങളൊക്കെ യൂസ് ചെയ്ത് പ്ലൈവുഡ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഒരുപാട് കമ്പനികളുടെ പ്ലൈവുഡ് അവൈലബിൾ ആണ്. കേബോർഡ്, സെഞ്ച്വറി, ഗ്രീൻ, സബൂരി, അങ്ങനെ ഒരുപാട് കമ്പനികൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. നോൺ ബ്രാൻഡഡും അവൈലബിൾ ആണ്. 710 നോൺ ബ്രാൻഡബിളും ഉണ്ട്. അധികം പരസ്യമില്ലാത്ത കമ്പനികളും ഉണ്ട്. ഇതിലേതെങ്കിലും 710 ഗ്രേഡ് പ്ലൈവുഡും WPCയും കൂടി മിക്സ് ചെയ്ത ഒരു സാധാരണക്കാരന് ചേരുന്ന രീതിയിലുള്ള ബഡ്ജറ്റിലുള്ള ഒരു ഇൻറ്റീരിയർ നമുക്ക് ചെയ്ത് മനോഹരമാക്കി എടുക്കാനായിട്ട് സാധിക്കും.
പിന്നെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്ലൈവുഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ വസ്തുതകൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് പ്ലൈവുഡിൽ എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്, അങ്ങനെ ചെയ്തപ്പോൾ കുറച്ച് കംപ്ലൈൻറ്റ് വന്നു, അല്ലെങ്കിൽ ചെതൽ വന്നു, പൂപ്പൽ വന്നു എന്നുള്ള കാര്യങ്ങൾ എന്നോട് ആർഗ്യൂ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയൊരു അറിവല്ല, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാനും ഒന്നുകൂടി പ്രചോദനമാവാനും കൂടി വേണ്ടി നിങ്ങളിതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷനാണ്. ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം.